2006 ആദ്യമായിട്ട് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് പാചകം ചെയ്യുന്നത്. അതിലേക്ക് വന്ന വഴി 2005 കോട്ടയത്ത് വെച്ച് സംസ്ഥാന ശാസ്ത്രമേള നടന്നിരുന്നു. അപ്പോൾ അതിന് ഞാൻ പാചകം ചെയ്യാൻ വന്നപ്പോൾ അന്നത്തെ ഫുഡ് കമ്മിറ്റി ആയിരുന്നു കോൺഗ്രസിൻ്റെ അധ്യാപക സംഘടനയാണ് GSTU. അതേ സംഘടന തന്നെയായിരുന്നു 2006 എറണാകുളത്ത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൻ്റെ ഭക്ഷണത്തിൻ്റെ ചുമതല ഏറ്റെടുത്തിരുന്നു. അപ്പോൾ അവർ കഴിഞ്ഞ 2005 അനുഭവം വെച്ചിട്ട് 2006 സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് പാചകം ചെയ്യുവാനായിട്ട് കൊട്ടേഷൻ കൊടുക്കണമെന്ന് പറഞ്ഞിരുന്നു. കോമ്പറ്റീറ്റേഴ്സായിട്ട് 3-4 പേരുണ്ടായിരുന്നെങ്കിലും അവരുടെ സ്വാധീനം കൊണ്ട് തന്നെ, കാരണം ആദ്യമായിട്ടൊരു സംസ്ഥാന കലോത്സവത്തിന് പാചകം ചെയ്യുവാനായിട്ട് എക്സ്പീരിയൻസ് ഇല്ലാത്ത ഒരാൾക്ക് കൊടുക്കുകയില്ല എന്നൊക്കെ അന്നത്തെ DD വാശി പിടിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ 2005 നന്നായിട്ട് സംസ്ഥാന ശാസ്ത്രമേള നടത്തിയെന്ന് പറയുകയും അതുപോലെ തന്നെ അതേ സംഘടന തന്നെ 2006 സംസ്ഥാന കലോത്സവത്തിൻ്റെ ഭക്ഷണത്തിൻ്റെ ചുമതല ഏറ്റെടുക്കുകയും കൂടി ചെയ്തപ്പോൾ അവരുടെ ഒരു പ്രഷർ തന്നെ ഉണ്ടായിരുന്നു. അവനെ DD അവസാനം സമ്മതിക്കുകയാണ് ചെയ്തത്. അങ്ങനെയാണ് 2006 സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് ആദ്യമായിട്ട് എറണാകുളത്ത് സെൻറ്റ് ആൽബർട്ട് സ്കൂളിൽ വെച്ചിട്ട് ഭക്ഷണം പാചകം ചെയ്ത് കൊടുത്ത്. അതുപോലെ തന്നെ ആദ്യമായിട്ടൊരു TV-ക്ക് മുൻപിൽ ഒരു ഇൻ്റർവ്യൂവിന് വേണ്ടിയിട്ട് ഹാജരാകുന്നതും അന്നായിരുന്നു. 2006 സംസ്ഥാന കലോത്സവം തുടങ്ങിക്കഴിഞ്ഞപ്പോൾ അന്ന് ഇന്ത്യ വിഷൻ ചാനലുള്ള സമയം ശ്രീ നികേഷ് കുമാർ അതിൻ്റെ ചെയറിലുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ മുൻപിൽ സ്റ്റുഡിയോയിലേക്ക് വിളിച്ചു വരുത്തുകയും അവിടെ വെച്ചിട്ട് ഒരു ഇൻ്റർവ്യൂ എടുക്കുകയൊക്കെ ഉണ്ടായി. അങ്ങനെയാണ് ആദ്യത്തെ എൻ്റെ ഒരു ഇൻ്റർവ്യൂ അങ്ങനെ തന്നെയായിരുന്നു. പിന്നീട് ഈ സ്കൂൾ കലോത്സവത്തിന് പാചകം ചെയ്ത് തുടങ്ങിയതൊരു കൂടി തന്നെ പാചകത്തിൽ എനിക്കുള്ള എക്സ്പീരിയൻസ് കൂടി വരുന്നതിനനുസരിച്ച് എനിക്ക് മറ്റുള്ള രാജ്യങ്ങളിൽ നിന്ന് പോലും നമുക്ക് ഓർഡറുകൾ വരികയും ഒന്ന് പാചകം ചെയ്ത് കൊടുക്കാൻ അവസരം ചോദിക്കുകയും ചെയ്തിരുന്നു. അങ്ങനെ 2008 ആദ്യമായിട്ട് വിദേശയാത്ര നടത്തുകയുണ്ടായി. ഷാർജയിൽ വെച്ചിട്ട് ഒരു ഓണക്കാലത്തൊരു പ്രോഗ്രാമിന് വേണ്ടിയിട്ടായിരുന്നു ആദ്യത്തെ എൻ്റെ വിദേശയാത്ര. അതുപോലെ തന്നെ മറക്കാനാവാത്തൊരു അനുഭവം ഉണ്ടായത് 2008 തന്നെയായിരുന്നു. 2008 എല്ലാവരും അറിയുന്ന, എല്ലാവരും കേട്ടിട്ടുള്ള ചെട്ടിക്കുളങ്ങര ദേവീക്ഷേത്രമുണ്ട്. ചെട്ടിക്കുളങ്ങര ഭരണി നാളിൽ പാട്ടൊക്കെ വളരെ പ്രസിദ്ധമാണ്. അവിടുത്തെ കുംഭഭരണിയൊക്കെ വളരെ പ്രസിദ്ധമാണ്. ലോക പൈതൃക പട്ടികയിൽ സ്ഥാനം പിടിച്ചിട്ടുള്ളതുമാണ് അവിടുത്തെ കുംഭഭരണി മഹോത്സവങ്ങളൊക്കെ. അപ്പോൾ ആ അമ്പലത്തിലൊരു സ്കന്ദപുരാണ മഹായജ്ഞം എന്നൊരു പ്രോഗ്രാം നടക്കുന്നുണ്ടായിരുന്നു. അതായത് 15 ദിവസത്തെ ഒരു പാരായണം, ഒരു ആധ്യാത്മിക പ്രഭാഷണങ്ങളൊക്കെ നടക്കുന്ന ഒരു പരിപാടിയാണ്. അത് ഈ സ്കന്ദപുരാണ മഹായജ്ഞം ശ്രീ സുബ്രഹ്മണ്യനെ കുറിച്ചിട്ടുള്ള കഥകളായിരുന്നു കൂടുതലും അതിൻ്റെ അകത്ത് വേദിയിൽ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ അവിടുത്തെ ആ ഗ്രാമത്തിന് തന്നെ ഒരു പ്രത്യേകതയുണ്ട്. അതായത് അവിടെ എല്ലാ ഗ്രാമക്കാരും 18 ഗ്രാമങ്ങളുടെ വകയായിട്ടാണ് ക്ഷേത്രം ഇരിക്കുന്നത്. അപ്പോൾ ഓരോ ദിവസവും ഓരോ ഗ്രാമത്തിൽ നിന്നും ഭക്ഷണത്തിന് ആവശ്യമുള്ള സാധനങ്ങൾ കലവറയിലേക്ക് എത്തിച്ചിട്ടുണ്ടായിട്ടുണ്ട്. അതേ സമയത്ത് തന്നെയായിരുന്നു ഈ സ്കന്ദപുരാണ മഹായജ്ഞം തുടങ്ങണ അതേ ടൈമിൽ തന്നെയായിരുന്നു കോട്ടയത്ത് വെച്ചിട്ട് സംസ്ഥാന കായികമേളയും നടക്കുന്നു. അപ്പോൾ 2 സ്ഥലത്ത് ഒരുപോലെ പ്രോഗ്രാം കണ്ടക്റ്റ് ചെയ്യേണ്ട ഒരു അവസരമുണ്ടായിരുന്നു. അത് കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. കാരണം നമുക്ക് ഒന്നാമതെ കൂടുതൽ പരിചയമൊന്നുമില്ല. 2 മെഗാ ഈവൻറ്റ്സ് തന്നെയാണ്. പക്ഷേ എങ്കിലും ഇതിൻ്റെ സ്കന്ദപുരാണത്തിൻ്റെ ആദ്യ സമയങ്ങളിലായിരുന്നു സംസ്ഥാന കായികമേള കോട്ടയത്ത് നടന്നിരുന്നത്. അപ്പോൾ സംസ്ഥാന കായികമേളയ്ക്ക് ശേഷം ഇവിടുത്തെ ഉണ്ടായിരുന്ന ജീവനക്കാരെ കൂടി ചെട്ടിക്കുളങ്ങരയ്ക്ക് കൂട്ടിക്കൊണ്ട് പോയിട്ടാണ് എൻ്റെ അവസാന ദിവസങ്ങളിൽ നമ്മൾ പാചകത്തിന് തയ്യാറായിരുന്നത്. പക്ഷേ ഇവിടുന്നുള്ള പണിക്കാർ കൂടി അവിടെ എത്തിയപ്പോഴേക്കും ഈ പണിക്കാർ തമ്മിലുള്ള ഒരു അസ്വാരസ്യം ചില കാര്യങ്ങളിലേക്ക് ഉടലെടുക്കുകയും അതിൻ്റെ അവസാന ദിവസം, അതായത് എൻ്റെ 15-ാം ദിവസം ഏതാണ്ട് 70,000 പേർക്ക് ഭക്ഷണം കൊടുക്കണമെന്നാണ് പറയുന്നത്. തീരണ ദിവസം സ്കന്ദപുരാണ മഹായജ്ഞം 15 ദിവസത്തെ പരിപാടിയാണ്. അപ്പോൾ എൻ്റെ 1-ാം ദിവസം മുതൽ അവിടെ പാചകത്തിനുണ്ടായിരുന്ന ആൾക്കാരിൽ ഒരു വിഭാഗം ഞാൻ ഈ കായികമേളയുടെ പാചകം കഴിഞ്ഞ് ഇവിടുന്നുള്ള ആൾക്കാരെ കൊണ്ട് കൂട്ടിക്കൊണ്ട് ചെന്ന് കഴിഞ്ഞപ്പോൾ ഇവിടുന്ന് ചെന്ന ആൾക്കാരും ആദ്യം മുതൽ അവിടെ ഉണ്ടായിരുന്ന ആൾക്കാരും തമ്മിൽ ചില അസ്വാരസ്യങ്ങളുണ്ടായി. അങ്ങനെ ഉണ്ടായി. അപ്പോൾ ആദ്യം മുതലുണ്ടായിരുന്ന ആൾക്കാരിൽ ഒരു 10ഓളം ആൾക്കാർ ഒന്നിച്ച് അവിടെ വിട്ടുപോണൊരവസ്ഥ വന്നു. അപ്പോൾ പിറ്റേ ദിവസം 70,000 ആൾക്കാർക്ക് ഭക്ഷണം കൊടുക്കണം. കലവറ ആണെങ്കിൽ നമുക്ക് ഈ 18 കരക്കാരുടേതാണ് ഈ ക്ഷേത്രമെന്ന് ആദ്യം തന്നെ പറഞ്ഞു കഴിഞ്ഞിരുന്നല്ലോ. അപ്പോൾ അവസാനത്തെ ദിവസത്തെ അവിടുത്തെ എല്ലാ കരകളിൽ നിന്നും സാധനങ്ങൾ ലോറിക്ക് ഇങ്ങനെ കൊണ്ട് ഇറക്കി തുടങ്ങി. അപ്പോൾ നമുക്കിപ്പോൾ
ചേനമിൻ്റെയൊക്കെ കൂട്ടിയിട്ട് ഞാൻ അപ്പുറം നിൽക്കുന്ന ആളെ കാണാൻ പറ്റില്ല. അത്രയും പൊക്കത്തിൽ സാധനമൊക്കെ ഇങ്ങനെ കൂട്ടി 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 ഒരു വലിയ ഹാള് നിറയെ സാധനങ്ങളിരിക്കുകയാണ്. ഞങ്ങളാണെങ്കിൽ വിരലിലെണ്ണം മാത്രമുള്ള പണിക്കാർ 22 പേരല്ല 25 പേര് അന്നവിടെ ഉണ്ടായിരുന്നുള്ളൂ. ഈ കുറച്ച് ആൾക്കാർ പോയി കഴിഞ്ഞപ്പോഴേക്കും പിന്നെ കഷ്ടിച്ച് ആ സമയത്ത് എവിടെ നിന്നൊക്കെ വിളിച്ചിട്ട് 5-6 ആളും കൂടി വന്നു. എന്നാലും 30-ൽ കൂടുതൽ ഒരിക്കലും ഒറ്റ ആൾ പോലും അവിടെ ഇല്ലായിരുന്നു. വല്ലാതെ ടെൻഷൻ അടിച്ച് പോയി. ഇതെങ്ങനെ തീർക്കാൻ പറ്റും? എനിക്കാണ് ആകെ പേടിയാത്തത്. കാരണം പിറ്റേ ദിവസം ഇത്ര ആൾക്കാർക്ക് ഭക്ഷണം കൊടുക്കണം, നമ്മുടെ കയ്യിൽ ഒന്നുമില്ല, പണിക്കാർ കുറഞ്ഞു തുടങ്ങി, എല്ലാവരും ക്ഷീണിച്ചിരിക്കുന്നു. അപ്പോൾ എന്നോട് ഞാനിങ്ങനെ സംസാരിച്ച് ഞാൻ വല്ലാത്തൊരു മാനസികമായൊരു വല്ലാത്തൊരു ടെൻഷനിലാണ്. എങ്ങനെ ഈ ദിവസം ഒന്ന് കഴിച്ചു കൂട്ടുമെന്ന് എനിക്കറിയില്ല. അപ്പോൾ നിങ്ങളൊരു സ്ഥലത്താണ് നിൽക്കുന്നത്, ഒരു ക്ഷേത്രത്തിൻ്റെ മതിൽക്കെട്ടിനുള്ളിലാണ് നിങ്ങൾ നിൽക്കുന്നത്. നിങ്ങൾക്ക് ആ ക്ഷേത്രത്തിൽ വിശ്വാസമുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കുക. ഇത് എങ്ങനെയെങ്കിലും നാളെ നടത്തി പോകണം എന്നുള്ള. അതിപ്പോൾ ഞങ്ങൾക്കിപ്പോൾ അതേ പറയാനുള്ളൂ. പിന്നെ അവരൊരു കുറച്ച് പേർക്ക് ഒരു 5-6 ആൾ ലോക്കലായിട്ട് കുറച്ച് ആൾക്കാർ അവർക്ക് പരിചയമില്ലാത്തവർക്കാണെങ്കിലും വന്നുകൂടി. പക്ഷേ എന്നാലും ഇത്രയും വലിയ ഭീമമായിട്ടുള്ളൊരു സാധനങ്ങൾ വെട്ടിത്തീർത്ത്, പച്ചക്കറികൾ വെട്ടിത്തീർത്ത് ഇത്രയും ആൾക്കാർക്ക് ഭക്ഷണം പാചകം ചെയ്ത് കൊടുക്കുക അത് ഇമ്പോസിബിളാണ്. അത് നമുക്കത് ചിന്തിക്കാൻ പോലും പറ്റാത്തൊരു കാര്യമാണ്. എങ്കിലും ഇദ്ദേഹം ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ എനിക്കും തോന്നി ശരിയാണല്ലോ എന്ന്. കാരണം നമ്മൾ ഭയപ്പാടായിട്ട് നിൽക്കേണ്ട സ്ഥലമല്ല. നിങ്ങൾക്ക് ഇപ്പോൾ വേണ്ട മനസാന്നിധ്യമാണ്. മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കുക, അതുമാത്രമേ ചെയ്യാനുള്ളൂ എന്ന് പറഞ്ഞത്. അപ്പോൾ തന്നെയാണ് എനിക്ക് ആ ഒരു ബുദ്ധി തോന്നി. കാരണം അതുവരെ നമ്മൾ വല്ലാത്തൊരു ടെൻഷനില്ല. കാരണം വല്ലാത്തൊരു പകപ്പും വല്ലാത്തൊരു ടെൻഷനും 10-15 ദിവസമായിട്ട് വലിയ കുഴപ്പമില്ലാണ്ട് നടന്നു പോകുന്നുണ്ടെന്ന് സംബന്ധിച്ച് അവസാന ദിവസം ആകുമ്പോഴത്തേക്കും പ്രശ്നമായി കഴിഞ്ഞാൽ നമുക്കറിയാവുന്നതാണ് അതിൻ്റെ ഒരു ഇഷ്യൂസ് എങ്ങനെയൊക്കെ ആവുന്നുള്ളത്. പക്ഷേ എന്തായാലും ഞാനൊരു ശരിക്കും മുങ്ങിക്കുളിച്ചിട്ടെന്ന് പറഞ്ഞ പോലെ ഇയറിനോട് കൂടി തോർത്താതെ അവിടെ പോയി നമസ്കരിച്ച് പ്രാർത്ഥിക്കുകയുണ്ടായി. നാളത്തേക്ക് എങ്ങനെയെങ്കിലും ഇതൊന്ന് ആ പ്രശ്നരഹിതമായിട്ട് ഇത് നടത്തിയിട്ട് പോകാനുള്ളൊരു സാഹചര്യം തരണമെന്ന് മാത്രം. വേറൊന്നിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നില്ല. പൈസയെക്കുറിച്ചോ അല്ലെങ്കിൽ ജോലിക്കാരുടെ വെൽഫെയറിനെ കുറിച്ചിട്ടോ വേറെ ഒന്നിനെക്കുറിച്ച് നമുക്കിപ്പോൾ ചിന്തിക്കുകയാണ്. കാരണം അവിടുത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ അവിടെ നമുക്ക് ഇറങ്ങി പോകാനുള്ളൊരു സിറ്റുവേഷൻ നമുക്ക് ഉണ്ടാക്കി തരണമെന്ന് പറയാം. പക്ഷെ അതൊരു മിറക്കിളായിരുന്നു. മിറക്കിൾ എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ ജീവിതത്തിൽ അങ്ങനെ ഒരു മിറക്കിൾ ഇതുവരെ അതിന് ശേഷമോ അതിന് മുൻപോ എനിക്കുണ്ടായിട്ടില്ല. രാവിലെ 9 മണി തൊട്ട് രാത്രി 7 മണി വരെയാണ് ഈ ഭക്ഷണം കൊടുക്കേണ്ടത്. അപ്പോൾ ഏതാണ്ടൊരു 10 മണിക്കൂർ അടുത്ത് നമ്മൾ ഭക്ഷണം കൊടുത്തുകൊണ്ടേയിരിക്കണം. എല്ലാ വിഭവങ്ങളും ഉണ്ടാക്കണം. ഇത്രയും ആൾക്കാർക്ക് ഞങ്ങൾ വളരെ തുലവും പരിമിതമായിട്ടുള്ള ജീവനക്കാരെ വെച്ചിട്ട് 9 മണി ആയപ്പോഴത്തേക്കും എല്ലാം ഒരു സെറ്റ്, അതായത് അത്യാവശ്യം തുടങ്ങാനുള്ള സംഭവം മാത്രം നമുക്ക് ഉണ്ടാക്കി തീർക്കാൻ പറ്റി. പക്ഷേ വൈകുന്നേരം 5 മണി 4-4:30 ആയപ്പോഴത്തേക്കും കിട്ടിയിരുന്ന മുഴുവൻ സാധനങ്ങളും വെട്ടി തീർത്തിട്ട് മുഴുവൻ സാധനങ്ങളും കൊണ്ട് എല്ലാ കറികളും ഉണ്ടാക്കി എല്ലാ വിഭവങ്ങളും ഉണ്ടാക്കി നമുക്ക് കൊടുക്കുവാൻ കഴിയും. അപ്പോൾ അതിലൊരു മെസ്സേജുണ്ട്. ആ മെസ്സേജ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ എത്രമാത്രം ഡെഡിക്കേറ്റഡായിട്ട് നിൽക്കുന്നതോ അത്രമാത്രം നമ്മൾ ഒരു ഭക്തിയോട് കൂടി, അതൊരു ഈശ്വരൻ എന്നൊരു സങ്കല്പം ആണെങ്കിൽ കൂടി ഒരു ശക്തി ഉണ്ടെന്നുള്ള സത്യമാണ്. ആ ശക്തിയിൽ നമ്മൾ വിശ്വസിച്ച് നിന്നാൽ നമുക്ക് അപ്രാപ്യമായിട്ടുള്ള ഒന്നുമില്ല എന്നുള്ളത്. കാരണം അത്രമാത്രം ഭീതിതമായ ഒരവസ്ഥയിൽ നിന്ന് 12 മണിക്കൂറുണ്ട്. തലേ ദിവസം ഉച്ച കഴിയുമ്പോൾ തൊട്ട് പിറ്റേ ദിവസം ഉച്ചയായപ്പോഴത്തേക്കും എനിക്ക് 100% റിലാക്സായിട്ട് മാറി ഇത് ചെയ്തു കൊടുക്കാൻ പറ്റുമെങ്കിൽ അതൊരു ആ വിശ്വാസത്തിൻ്റെ ഭാഗം കൊണ്ട് മാത്രം നടന്നൊരു കാര്യം. അത് എന്തായാലും പറയുക, എനിക്കൊരു ഗ്രേസ് എന്ന് പറയാം. അതിപ്പോൾ നമ്മൾ പല ആൾക്കാരോടും പറയുമ്പോൾ ഒരുപാട് ആൾക്കാർ അതിനെ തർക്കിക്കാറുണ്ട്. പക്ഷേ എന്ത് തർക്കം പറഞ്ഞു കഴിഞ്ഞാലും ഒരു വിശ്വാസം എന്നുള്ള അതൊരു ഭക്തി ഏത് വേർഷനിലും കൊടുക്കാം. നമുക്ക് ഇന്ന ആളെന്നൊന്നും ഞാൻ പറയുന്നില്ല. അത് ചെയ്ത് വളരെ വളരെ ഭംഗിയായിട്ട് യാതൊരു പ്രശ്നരഹിതമായിട്ട് അവസാനിപ്പിച്ചെടുത്ത് പോരാൻ പറ്റിയിരുന്നു. 2008 ആ സംഭവം ഉണ്ടായിരുന്നത്. അതുപോലെ തന്നെ ഈ 2013 ആണ് ഏറ്റവും കൂടുതൽ കുട്ടികൾ പങ്കെടുത്ത സംസ്ഥാന സ്കൂൾ കലോത്സവം നടന്നത്. അത് മലപ്പുറത്ത് വെച്ചിട്ടായിരുന്നു. ഏകദേശം ഒരു ദിവസം 4 നേരങ്ങളിലും കൂടി 60,000-70,000 ആൾക്കാർ കുട്ടികൾ ഭക്ഷണം കഴിച്ച് പോയ സ്ഥലമായിരുന്നു. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൻ്റെ ചരിത്രത്തിൽ ഇത്രയും കുട്ടികൾ പങ്കെടുക്കുകയും ഇത്രയും ആൾക്കാർ ഭക്ഷണം കഴിച്ച് പോവുകയും ചെയ്ത വേറൊരു വേദിയും അതിന് മുൻപോ അതിന് ശേഷം ഉണ്ടായിട്ടില്ല. ഒരു ചെറിയൊരു കണക്ക് പറഞ്ഞാൽ ഏതാണ്ട് 3500 കിലോ, അതായത് 3.5 ടൺ പരിപ്പിൻ്റെ സാമ്പാർ ഉണ്ടാക്കിയതാണ് അടുത്ത. അപ്പോൾ 3.5 ടൺ പരിപ്പിൻ്റെ സാമ്പാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഒരു 40,000 ലിറ്റർ കിട്ടും. 40,000 ലിറ്റർ സാമ്പാർ ഒരു ഗ്രാമത്തിലുള്ള ആൾക്കാർ മുഴുവൻ കുടിച്ച് തീർക്കണം എത്ര ദിവസം എടുക്കും? അതും 5 ദിവസം കൊണ്ട് അവർ കുടിച്ച് തീർത്തിരിക്കുന്നു. അപ്പോൾ അത്രമാത്രം ആൾക്കാർ വന്നുപോയ ഒരു സ്ഥലമായിരുന്നു മലപ്പുറത്ത് നടന്നിരുന്ന സംസ്ഥാന സ്കൂൾ കലോത്സവങ്ങൾ. അപ്പോൾ ഓരോരോ കലോത്സവങ്ങൾ കഴിയുമ്പോഴും കൂടുതൽ
തെളിമയോടുകൂടിയും കൂടുതൽ ആത്മവിശ്വാസത്തോടു കൂടിയും പാചകത്തിലേക്ക് വരാനും എത്ര ആൾക്കാർ വന്നാലും പ്രശ്നമില്ല എന്ന് മനസ്സിലാക്കാനും കഴിഞ്ഞിരുന്നു. അതുപോലെ തന്നെ ആ വർഷം തന്നെയായിരുന്നു 2013 എന്ന വർഷം തന്നെയായിരുന്നു ഒരു സദ്യയ്ക്ക്, ഒരു വിവാഹത്തിന് ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് ഭക്ഷണം കൊടുത്തതും അന്ന് തന്നെയായിരുന്നു. 2013 പത്മശ്രീ ഡോക്ടർ രവിപിള്ളയുടെ മകളുടെ വിവാഹം. 30,000 പേരാണ് ഒരു വിവാഹത്തിന് പങ്കെടുത്തത്. അത്രയും ആൾക്കാർ വിവാഹത്തിന് പങ്കെടുക്കുന്നത് ആദ്യമായിട്ടും എൻ്റെ ഓർമ്മയിൽ പിന്നീട് അങ്ങനെ ഉണ്ടായിട്ടില്ല. 30,000 ആൾക്കാർക്ക് 4 വേദികളിലായിട്ട് കൊല്ലം ആശ്രാമം ഗ്രൗണ്ടിൽ നിറയെ പന്തലിട്ടിട്ട് ബാഹുബലിയുടെ സെറ്റിട്ടിട്ടായിരുന്നു വിവാഹം നടന്നിരുന്നത്. അതും ഒരു വലിയൊരു അച്ചീവ്മെൻ്റായിട്ട് എനിക്ക് കണക്കാക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട്. അതിനൊക്കെ പിന്നീട് കുറേ ദിവസത്തെ പ്രയത്നങ്ങൾ നല്ലോണം ഉണ്ടായിരുന്നെങ്കിലും അതും വളരെ കംഫർട്ടബിളായിട്ട് അത് ചെയ്യാൻ കഴിഞ്ഞിരുന്നു. ഇന്ത്യയിലെ ഹൈന്ദവ തീർത്ഥാടന കേന്ദ്രങ്ങളിലൂടെയുള്ള സഞ്ചാരം പെൻഡ്രൈവിൽ സ്വന്തമാക്കാൻ ഇനി പറയുന്ന നമ്പറിലേക്ക് HP എന്ന് SMS ചെയ്യുക. HP എന്നീ 2 അക്ഷരങ്ങൾ മാത്രം. ഫോൺ 9995444222. 2006 ആണ് ആദ്യമായിട്ട് സ്കൂൾ കലോത്സവത്തിന് പാചകം ചെയ്തത് എന്ന് ഞാൻ പറയുകയുണ്ടായല്ലോ. അപ്പോൾ ഇന്ന് വരെ, അതായത് 2006 മുതൽ ഈ 2024 വരെ വേറെ ആരും സ്കൂൾ കലോത്സവത്തിന് പാചകം ചെയ്തിട്ടില്ല. അതായത് കഴിഞ്ഞ 17 വർഷമായിട്ട് തുടർച്ചയായിട്ട് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് പാചകം ചെയ്തുകൊണ്ടിരിക്കുന്നതും ഞാൻ തന്നെയായിരുന്നു. ആദ്യത്തെ 2-3 തവണ നമ്മളിങ്ങനെ ഈ കൊട്ടേഷൻസ് കൊടുക്കുകയുണ്ടായി. പിന്നീട് അതായത് അധ്യാപക സംഘടനകൾ ക്ഷണിക്കുകയും നമ്മൾ കൊട്ടേഷൻ കൊടുക്കുന്നുണ്ട്, പക്ഷേ അതൊക്കെ ഒരു ടെക്നിക്കലായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു പോകുന്നതല്ലേ ഉള്ളൂ. ഞാൻ വേണം എന്ന് ആഗ്രഹിച്ച് വിളിച്ചു തുടങ്ങിയത് പിന്നീടായിരുന്നു. അപ്പോൾ ഈ അന്ന് മുതൽ ഇന്ന് വരെ കഴിഞ്ഞ 17 വർഷമായിട്ട് സ്ഥിരമായിട്ട് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് ഞാൻ പാചകം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഈ 2006 ശേഷം 2013 മലപ്പുറത്ത് ഏറ്റവും കൂടുതൽ ആൾക്കാർ പങ്കെടുത്തതെന്ന് പറയുണ്ടായി. 2013, 2014, 2015 കേരളത്തിന് വെളിയിൽ, അതായത് ചെന്നൈയിൽ, ഹൈദരാബാദിൽ, അഹമ്മദാബാദിൽ ഒക്കെ ഓണാഘോഷങ്ങളുമായിട്ട് ബന്ധപ്പെട്ട പാചകത്തിന് പോയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അകത്ത് ഒരു സ്ഥലത്ത് മാത്രം, അതായത് ജയ്പൂരിൽ മാത്രം ഒരിക്കൽ ഒരു BSNLൻ്റെ നാഷണൽ എംപ്ലോയീസ് അസോസിയേഷന് വേണ്ടിയിട്ട് ഞാൻ ഒരിക്കൽ പോയിട്ടുണ്ട്. അന്ന് പക്ഷേ ഇവിടുന്ന് പാത്രങ്ങളൊക്കെ ആയിട്ട് പോയിട്ട് പാചകം ചെയ്തിട്ട് പോരുകയാണ് ചെയ്തത്. നമ്മുടെ ഒരു പ്രശ്നം മറ്റുള്ള സ്ഥലങ്ങളിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് കംഫർട്ടബിളായിട്ടുള്ള പാത്രങ്ങളൊന്നും ഇല്ല എന്നുള്ളതാണ്. എന്തെങ്കിലുമൊക്കെ കുറച്ച് പാത്രങ്ങൾ കിട്ടും. അത് വിദേശ രാജ്യങ്ങളിൽ പോയാലും ആ അവസ്ഥ തന്നെയായിരുന്നു. അതിപ്പോൾ സ്ഥിരമായിട്ട് ഓണക്കാലത്ത് ഈ 2008 മുതൽ പല രാജ്യങ്ങളും, അതായത് ബഹ്റിനും വിളിക്കുന്നുണ്ടായിരുന്നു, ഷാർജയിൽ പോകാറുണ്ട്, ദുബായിൽ പോകാറുണ്ട്, കുവൈറ്റിൽ പോയിട്ടുണ്ട്, പല സ്ഥലങ്ങളിലും. അപ്പോൾ ആൾക്കാരിങ്ങനെ ഈ സ്ഥിരമായിട്ട് പോകാൻ തുടങ്ങിയവർ കൂടി നമ്മുടെ പാത്രങ്ങൾ തന്നെ അവർക്ക് ഷിപ്മെൻറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കാരണം ഇപ്പോൾ അതൊക്കെ വളരെ കൃത്യമായിട്ട് നന്നായിട്ട് ചെയ്തു വരാൻ പറ്റുന്നുണ്ട്. സദ്യ നടത്തുന്ന സ്ഥലങ്ങളിൽ സാധാരണയ്ക്ക് കേരളത്തിനുള്ളിലാണ് മിക്കവാറും സ്ഥലത്ത് പാത്രങ്ങളുണ്ട്. ഇനി അതില്ലാത്ത സ്ഥലങ്ങളിലാണ് കേരളത്തിലാവുമ്പോൾ നമ്മുടെ ലോറിക്ക് ട്രാൻസ്പോർട്ട് ചെയ്യും ആവശ്യമുള്ള പാത്രങ്ങളെല്ലാം. പക്ഷേ കേരളത്തിന് വെളിയിലത് പ്രായോഗികമല്ല. ബാംഗ്ലൂർ സ്ഥിരമായിട്ടുണ്ട്. ഓണക്കാലത്ത് സ്ഥിരമായിട്ടൊരു 10-12 വേദികളിലെങ്കിലും ബാംഗ്ലൂർ ഓണക്കാലത്ത് ഒക്കെ പ്രോഗ്രാം വരാറുണ്ട്. അപ്പോഴെല്ലാം നമ്മൾ ലോറി ഇടും. കാരണം അതൊരു രാത്രി യാത്രയേ ഉള്ളൂ. അതിനപ്പുറത്തേക്കൊന്നും നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നില്ല. കഴിഞ്ഞ വർഷം ചെന്നൈയിലുണ്ടായിരുന്നു. ചെന്നൈയിലേക്കും നമ്മൾ ലോറിക്ക് പാത്രങ്ങൾ കയറ്റി വിട്ടിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അഹമ്മദാബാദിലും ഹൈദരാബാദിലും ഒക്കെ പാത്രം കൊണ്ടുപോകുന്നില്ല, പ്രായോഗികമല്ല. അവിടെ സൈസ് വട്ടത്തിലുള്ള നമ്മുടെ ഈ ചെമ്പിൻ്റെ സൈസ് ഒരു പാത്രം കിട്ടും. അപ്പോൾ അത് നോക്കിയിട്ട് കാര്യമില്ല. നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ ഏത് പാത്രം കിട്ടുന്നു, അവിടെ എന്ത് കിട്ടുന്നു, അതിൽ വെച്ച് പാചകം ചെയ്യാമെന്നുള്ള മാത്രമേ പറ്റുള്ളൂ. വിദേശ രാജ്യങ്ങളിൽ തന്നെയാണ് അവസ്ഥ. അപ്പോൾ ഗൾഫ് രാജ്യങ്ങളിലായാലും പല സ്ഥലങ്ങളിലും പാത്രങ്ങളുടെ ഒരു സ്കേഴ്സിറ്റി നല്ലോണമുണ്ട്. ഒരു വലിയ നമ്മുടെ ഇവിടുത്തെ വട്ടള എന്ന് പറയുന്ന, അല്ലെങ്കിൽ നമ്മുടെ ബിരിയാണി ചെമ്പ് എന്ന് പറയുന്ന വലിയ പാത്രങ്ങളുണ്ട്. അത് 400-500 ലിറ്റർ കൊള്ളുന്ന പാത്രങ്ങൾ ധാരാളം കൊണ്ട് തരാറുണ്ട്. അപ്പോൾ അത് വെച്ചിട്ടൊക്കെ നമ്മളങ്ങനെ പാചകം ചെയ്ത് പോകാറാണ് മതി. കുറച്ച് റിസ്ക്കിയാണ്, കാരണം എല്ലാം വളരെ പെട്ടെന്ന് സ്റ്റിക്കാണ്, ചോട്ടി പിടിക്കും. വളരെ സൂക്ഷിച്ച് വളരെ കണ്ണിലെണ്ണ ഒഴിച്ച് തന്നെ നിന്നാണ് ഓരോ സാധനങ്ങളും ഉണ്ടാക്കി മാറ്റി വയ്ക്കാൻ വേണ്ടിയിട്ട്. എന്നാലും അതെല്ലാം നമുക്ക് നന്നായിട്ട് ചെയ്യാൻ പറ്റും, വലിയ കുഴപ്പമില്ലാണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ. അങ്ങനെ ഇപ്പോൾ ഇന്ത്യക്ക് വെളിയിൽ പോയി കഴിഞ്ഞാലും ഈ പ്രശ്നങ്ങളുണ്ട്. അമേരിക്കയിലൊക്കെ ഒരിക്കൽ പോയപ്പോൾ ചെന്ന് കഴിഞ്ഞാൽ നമുക്കവിടെ കിട്ടിയ വെറും ഒരു ഒരു കടായി പോലൊരു സാധനങ്ങൾ മാത്രമേ കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് അരിസോണയിൽ വെച്ച് കിടന്നൊരു KHN എന്നൊരു കേരള ഹിന്ദു അസോസിയേഷൻ ഓഫ് നോർത്ത് അമേരിക്ക എന്നൊരു പ്രോഗ്രാമിന് വേണ്ടിയിട്ട് പോയപ്പോഴാണ് ഒരു കടായി പോലൊരു സാധനം 2500 പേർക്ക് ഭക്ഷണം കൊടുക്കണം. പിന്നെ കിട്ടുന്ന 2 ഓവനാണ്. അപ്പോൾ അതിലൊക്കെ എങ്ങനെയെങ്കിലുമൊക്കെ ചെയ്ത് പോരാന്നുള്ളതല്ലാണ്ട് നമ്മുടെ ഈ ഇവിടെ കിട്ടുന്ന ഒരു കൺസിസ്റ്റൻസി അല്ലെങ്കിൽ ആ ഒരു ടേസ്റ്റൊന്നും അതിലേക്ക് എത്താറില്ല. കുഴപ്പമില്ലാണ്ട് അവസാനിപ്പിച്ച് പോരാന്നുള്ളേ ഉള്ളൂ. അങ്ങനെ മാത്രമേ ചെയ്യാൻ പറ്റാറുള്ളൂ. 2015 ഓസ്ട്രേലിയ പോയപ്പോൾ
അതവിടെ ഒരു ഹോട്ടൽ റെസ്റ്റോറൻറ്റ് കായൽ എന്നും പറഞ്ഞൊരു ഹോട്ടൽ റെസ്റ്റോറൻറ്റ്സിന് വേണ്ടിയിട്ട് പാചകം ചെയ്യാൻ പോയതാണ്. പക്ഷേ നമ്മൾ പോകുമ്പോൾ കുറച്ച് സാധനങ്ങൾ ഇവിടുന്ന് കൊണ്ടുവരുന്നു. കുറച്ച് കറി പൗഡേഴ്സ്, ഉണക്കലരി കൊണ്ടുവരുന്നുണ്ടായിരുന്നു. ഈ പാൽപ്പായസം വയ്ക്കാൻ വേണ്ടിയിട്ട് അമ്പലപ്പുഴ സ്റ്റൈലിൽ ചുവന്ന ഇരിക്കുന്ന പാൽപ്പായസം വേണമെന്ന് പറഞ്ഞിട്ട് ഞാൻ ഇവിടുന്ന് കൊണ്ടുവരുന്നുണ്ടായിരുന്നു. പക്ഷേ അവർ ഫ്ലൈറ്റിൽ വെച്ചിട്ടാണ് നമുക്കൊരു കാർഡ് തന്നിരുന്നത്. അതിൻ്റെ അകത്ത് നിങ്ങൾ കൊണ്ടുവരുന്ന സാധനങ്ങളെല്ലാം അതിൽ ടിക്ക് ചെയ്യണമെന്ന് പറഞ്ഞിട്ട്. ഇപ്പോൾ ജനറലായിട്ടുള്ളൊരു കാര്യമാണല്ലോ എന്ന് കരുതിയിട്ട് ഞാൻ കറി പൗഡേഴ്സ് എന്നൊക്കെ ടോട്ടൽ ടിക്ക് ഇട്ട് വിട്ടുള്ളൂ. പക്ഷേ ഉണക്കലരിയുടെ ഞാൻ സ്പെസിഫിക്കായിട്ട് അതിൻ്റെ അകത്ത് മെൻഷൻ ചെയ്തിരുന്നില്ല. ചെക്കൗട്ട് ചെയ്യുന്ന സമയത്ത് പുറത്ത് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ലഗേജ് മുഴുവൻ പൊളിച്ച് എല്ലാ സാധനവും തുറന്നു വന്നു കഴിഞ്ഞപ്പോൾ അതിൻ്റെ അകത്ത് ഉണക്കലരി ആയിരിക്കുന്നു. അപ്പോൾ അത് അവിടെ അങ്ങോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല, ഓസ്ട്രേലിയക്ക് അത് കൊണ്ടുപോകാൻ പറ്റില്ല. കാരണം അവർ ഇത്തരം സാധനങ്ങളെല്ലാം ഈ ചേന പോലെ നമുക്ക് കൊണ്ടുപോകാൻ പറ്റില്ല. അവർ ഈ വിത്തിൻ്റേതായിട്ടുള്ള ഒന്നും, എസ്പെഷ്യലി ഈ അരി ഐറ്റംസ് എല്ലാം, ഗോതമ്പ് ഇത്തരം സാധനങ്ങളൊന്നും ഒരിക്കലും നമുക്ക് കൊണ്ടുപോകാൻ പറ്റുന്നതല്ലായിരുന്നു. അതെനിക്കറിയില്ലായിരുന്നു, ആദ്യത്തെ അനുഭവമായിരുന്നു. എന്നിട്ട് അവരവിടെ ഇരുത്തി കുറേ സമയം ഇരുന്ന് കഴിഞ്ഞൊരു എന്താ പറയുക, ഒരു കോർട്ട് മാർഷൽ പോലൊരു സംഭവം നമ്മൾ അവരടുത്ത് കൊണ്ടുപോയിരുത്തി കുറേ ചോദ്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം 6 മണിക്കൂറിന് ശേഷമാണ് അവർ ഞാൻ ആദ്യം വന്നതാണെന്നും എൻ്റെ അനുഭവം ഞാനും ഇല്ലാത്തതുകൊണ്ട് സംഭവിച്ചതാണെന്നൊക്കെ പറഞ്ഞ് അവസാനം അവർക്കൊരു അഫിഡവിറ്റൊക്കെ എഴുതി കൊടുത്തിട്ട് 6 മണിക്കൂറിന് ശേഷമാണ് അവരെന്നെ പുറത്ത് വിട്ടത്. അപ്പോൾ ഈ ഉണക്കലരി മാത്രം അവരെടുത്ത് പിടിച്ച് മാറ്റി വെച്ചു. അത് കൊണ്ടുപോകാൻ പറ്റില്ല, നിങ്ങളുടെ ലിസ്റ്റിലില്ല, നിങ്ങൾ തന്ന ലിസ്റ്റിലില്ല. അപ്പം ഏകൻസ്റ്റ് ദ റൂൾ ഞാൻ പ്രവർത്തിച്ചു എന്നുള്ളതാണ് അവർ എന്നിൽ കണ്ടെത്തി കുറ്റം. അല്ല, നിങ്ങളിതിലത്ത് സ്പെസിഫിക്കായിട്ട് പറയണമായിരുന്നു. അപ്പം ഞാൻ അങ്ങനെ ധരിച്ചില്ല. ഈ കുറച്ച് സാധനങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടെന്നുള്ള ഇതിൽ ഓവറോളായിട്ട് ജസ്റ്റ് ടിക്ക് ചെയ്ത് പോയത്. മാത്രമല്ല, ഓസ്ട്രേലിയയിലേക്ക് എൻ്റെ ആദ്യത്തെ യാത്ര കൂടിയായിരുന്നു. അപ്പോൾ അവിടെ ഇത്രമാത്രം നിയമം ഇത്ര പ്രശ്നമുണ്ടെന്നുള്ളത് ധരിക്കുന്നില്ലായിരുന്നു. അത് കാരണം സംഭവിച്ചാണ്. അപ്പോൾ ഇനി പോകുന്ന ആൾക്കാരൊക്കെ ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. നമ്മൾ അറിയാണ്ട് പോകുമ്പോൾ പോലും അവർ പറയുന്ന ഈ ഇതനുസരിച്ചിട്ട് മാത്രം പോകുന്നില്ല എങ്കിൽ നമ്മളെ പിടിച്ചിരുത്തുക. 6 മണിക്കൂർ ഒരു കോർട്ട് മാർഷൽ പോലെ ഞാൻ പേടിച്ചു. ഇനി അവർ പിടിച്ച് അകത്തിടുമെന്നൊക്കെ പേടിച്ച്, സത്യം പറയാമല്ലോ. പക്ഷെ അതൊന്നും ഉണ്ടായില്ല. ഈ അരിയോടെ വാങ്ങി വെച്ചു, ഇനി മേലാൽ അങ്ങനെ ചെയ്യില്ല എന്ന് പറഞ്ഞ് നമ്മളെ കൊണ്ടൊരു പേപ്പറിലൊക്കെ ഒപ്പിടിച്ച് അവർ കയറ്റി അവരെന്നെ പറഞ്ഞു വിട്ടു. 6 മണിക്കൂറിന് ശേഷം അവർ പറഞ്ഞു വിട്ടു. ബാക്കിയുള്ള സാധനങ്ങളെല്ലാം തന്നു വിട്ടു. ഇത് അവരോട് പിടിച്ച് വെച്ചു, വേറൊന്നും ചെയ്തില്ല. പുറത്തിറങ്ങിയിട്ട് ഞാൻ അവരോട് പറഞ്ഞു ഇങ്ങനൊരു. അപ്പോൾ അവർ പറഞ്ഞത് അവരും ശ്രദ്ധിച്ചില്ല, നിങ്ങളോട് പറയേണ്ടതായിരുന്നു, കൂട്ടാൻ വന്ന ആൾക്കാരും പറഞ്ഞത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടായിരുന്നു. എന്തായാലും അവസാനം എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ പാൽപ്പായസം കൊടുത്തില്ല, ബാക്കിയെല്ലാം ഉണ്ടാക്കി കൊടുത്തു. അരിയില്ലുണ്ടെങ്കിൽ പാൽപ്പായസം കൊടുക്കാൻ പറ്റും, അത് ചെയ്തില്ല എന്ന് പറയാം. അത് 2015 സംഭവമായിരുന്നു. 2016 കോഴിക്കോട് നടന്ന സംസ്ഥാന കലോത്സവത്തിലാണ് എനിക്ക് ഏറ്റവും ടച്ചിങ് ആയിട്ടുള്ള, അല്ലെങ്കിൽ എന്നെ ഏറ്റവും അധികം സ്വാധീനിച്ച ഒരു മുഹൂർത്തം ഉണ്ടായത്. അപ്പോൾ ഞാൻ പണ്ടൊരിക്കൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ഈ 2ാം ഊഴവും വായനയുടെ ലോകവും 2ാം ഊഴം എനിക്ക് തന്ന ഒരു ജീവിതത്തിനെ കുറിച്ചിട്ടൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അന്ന് കോഴിക്കോട് പോയപ്പോൾ ഞാൻ വിചാരിച്ചിരുന്നു MDയെ കാണാൻ പറ്റുകയാണെങ്കിൽ ഒന്ന് കാണണം, കലോത്സവത്തിൻ്റെ സമയമാണല്ലോ. അപ്പോൾ അധ്യാപക സംഘടന KSTA എന്ന ഇടതുപക്ഷ അധ്യാപക സംഘടനയായിരുന്നു അന്നത്തെ ഫുഡിൻ്റെ ചുമതല ഏറ്റിരുന്നത്. അതുകൊണ്ട് രാധാകൃഷ്ണൻ സാറിൻ്റെ സതീഷ്, 2 അധ്യാപകരായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. ഞാൻ അവരോട് എൻ്റെ ഒരു ഉദ്ദേശം ഞാൻ പറഞ്ഞു, എനിക്കിങ്ങനെ പറ്റിയാൽ എനിക്ക് MDയെ ഒന്ന് കാണണമെന്നുണ്ട്, അതിൻ്റെ അവസരം ഉണ്ടാക്കി തരാമെന്ന് ചോദിച്ചിട്ടുണ്ട്. കാരണം അത് പറയാനൊരു കാരണം കൂടി ഉണ്ടായിരുന്നു. അതിന് മുൻപൊരിക്കൽ കുവൈറ്റിൽ യാത്ര പോയപ്പോൾ അവരെനിക്കൊരു ഡബിൾ എനിക്ക് സമ്മാനമായിട്ട് തന്നിട്ടുണ്ടായിരുന്നു. ഡബിൾ എന്ന് പറഞ്ഞാൽ ഡബിൾ മുണ്ടാണ്. അപ്പോൾ ആ ഡബിൾ മുണ്ട് അത്രയും മനോഹരമായൊരു ഡബിൾ മുണ്ട് കേരളത്തിൽ ഞാനിതുവരെ കണ്ടിട്ടില്ല. അല്ലെങ്കിൽ ഒരു വിദേശ രാജ്യത്ത് എങ്ങനെ അത്രയും നല്ല മുണ്ട് കിട്ടിയെന്നുള്ളതിനെക്കുറിച്ച് ഇപ്പോഴും എനിക്ക് അത്ഭുതമാണ്. വളരെ നൈസായിട്ടുള്ള ഡബിൾ മുണ്ട്. അതിൻ്റെ കര ആണെങ്കിൽ ശരിക്കും വെള്ളി നൂല് കൊണ്ട് പാകിയ കരയായിരുന്നു. വളരെ കോസ്റ്റ്ലി ആയിട്ടുള്ള മുണ്ടാണ്, നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും. അപ്പോൾ ആ മുണ്ട് കൊടുക്കാൻ എനിക്ക് യോഗ്യതയില്ല എന്ന് ആദ്യം തന്നെ എനിക്ക് ബോധ്യമുണ്ടായിരുന്നു. അപ്പോൾ ഏതെങ്കിലും ഒരു ഗുരുക്കന്മാരെ ആർക്കും കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ കൊടുക്കണം എന്ന് കരുതിയിട്ടാണ്. അപ്പോൾ കോഴിക്കോട് ഒരു ചാൻസ് വന്നപ്പോൾ 2016 കലോത്സവം കോഴിക്കോട് വന്നപ്പോൾ MDയെ കാണാൻ പറ്റുകയാണെങ്കിൽ കൊടുക്കാം എന്ന് കരുതി ഞാൻ ഈ മുണ്ട് എൻ്റെ കയ്യിലെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ വിളിച്ച് ചോദിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹം 2ാം ഊഴത്തിൻ്റെ സ്ക്രിപ്റ്റിങ്ങിലാണ്. അപ്പോൾ ഉച്ചയ്ക്ക് വിളിക്കാം എന്ന് പറഞ്ഞു. ഉച്ചയ്ക്ക് വിളിച്ച് കഴിയുമ്പോൾ വൈകുന്നേരം ഒരു 7 മണിക്ക് ശേഷം വന്നാൽ കാണാമെന്ന് ടീച്ചർ പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ വൈഫ് പറഞ്ഞു. അപ്പം ഞാൻ 2 അധ്യാപകരും കൂട്ടി അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ചെന്നു. അപ്പോൾ എൻ്റെ ഉള്ളിലാണ് കിടന്ന് ഭയങ്കരമായിട്ട് പടയ്ക്കുന്നുണ്ട് വല്ലാണ്ട്. കാരണം ഞാൻ ആരെയാണ് കാണാൻ പോകുന്നത്, നമുക്ക് 2ാം ജന്മം തന്ന ഒരു മഹത് വ്യക്തിയാണ്. നമ്മൾ ഈശ്വരന് തുല്യം മനസ്സിൽ വെച്ച് ആരാധിക്കുകയും അങ്ങനെ തന്നെ കാണുകയും ചെയ്യുന്ന ഒരാളെയാണ്. അപ്പോൾ ഞാൻ ഉള്ളിൽ കയറി ചെന്നപ്പോൾ ഇരിക്കുമെന്ന് കൈ കാണിച്ചു. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ വളരെ കുറവാണല്ലോ, എഴുത്തിൽ ധാരാളം വരുന്നുണ്ടെങ്കിലും വാക്കുകളുടെ ശ്രീകളിൽ നിന്ന് വാക്കുകളും അക്ഷരങ്ങളും എടുത്തിട്ട് അമ്മാനം പാടുന്നുണ്ടെങ്കിലും സംസാരത്തിലത് വളരെ കുറവാണ്. അപ്പോൾ ഇരിക്കാനും പറഞ്ഞ് ആംഗ്യം കാണിച്ചു, പക്ഷേ ഞാൻ ഇരുന്നില്ല. അത് കഴിഞ്ഞ് ഈ ടീച്ചേഴ്സ് തന്നെ എന്നെ കൊണ്ടുപോയി അധ്യാപകർ അദ്ദേഹത്തിനോട് പറഞ്ഞു ഒന്ന് കാണണം എന്ന് പറഞ്ഞിട്ട് വന്നതാണ്. അപ്പോൾ ഞാൻ എൻ്റെ ആഗമനോദ്ദേശം പറഞ്ഞു, ഞാനിങ്ങനെ ഈ 2ാം ഊഴം എനിക്ക് എൻ്റെ ജീവിതത്തിലുണ്ടാക്കിയൊരു സ്വാധീനം, ഒരു ആത്മഹത്യയിൽ നിന്നൊരു പിന്തിരിപ്പിച്ച ഒരു പുസ്തകം, 2ാം ജന്മം തന്നൊരു പുസ്തകം,
എഴുതിയ ആളെന്നുള്ള നിലയ്ക്കും, അല്ലെങ്കിൽ നേരത്തെ തന്നെ എനിക്ക് നല്ലോണം അറിയാം, ധാരാളം വായിച്ചിട്ടുണ്ട്, ഒന്ന് കാണണം തോന്നി അതിന് വന്നതാണെന്ന് പറഞ്ഞിട്ട് ഞാൻ പെട്ടെന്ന് ഈ ഡബിൾ മുണ്ട് അദ്ദേഹത്തിൻ്റെ കയ്യിൽ, അദ്ദേഹം ഒരു സെറ്റിയിലിരിക്കുകയായിരുന്നു, അദ്ദേഹത്തിൻ്റെ കയ്യിലേക്ക് എടുത്തിട്ട് ഞാൻ പെട്ടെന്ന് നമസ്കരിച്ചു. പക്ഷേ ആ നമസ്കരിച്ച സമയത്ത് പെട്ടെന്ന് അദ്ദേഹം ഇങ്ങനെ വല്ലാണ്ട് അങ്ങോട്ടൊരു അത്ഭുതം പോലെ എന്നെ നോക്കി. പിന്നീട് ആ മൂഡിൽ നിന്ന് അല്ലെങ്കിൽ ആ ഒരു ആക്ഷനിൽ നിന്ന് അദ്ദേഹം മാറുന്നില്ലായിരുന്നു കുറേ സമയത്തേക്ക്. പക്ഷെ നമുക്കൊരു പ്രശ്നമുണ്ട്, നമസ്കരിച്ച് കഴിഞ്ഞാൽ അത് അക്സെപ്റ്റ് ചെയ്യുന്നില്ലെങ്കിൽ, നമ്മൾ ആരും നമസ്കരിച്ചുവോ അയാളത് അക്സെപ്റ്റ് ചെയ്യുന്നതിൽ നമുക്ക് എണീക്കാൻ പറ്റില്ല, അത് ബഹുമാനക്കുറവായി മാറും. അപ്പോൾ കുറച്ച് നേരം ഇങ്ങനെ ഒരു 10-12 മിനിറ്റെങ്കിലും ഞാൻ കിടന്നിട്ടുണ്ടാവുമെന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ ടീച്ചർ പറഞ്ഞത്, നമ്പൂതിരി നമസ്കരിച്ചിട്ട് ഒന്നും പറഞ്ഞില്ല. അപ്പോൾ അദ്ദേഹത്തിൻ്റെ തോളിൽ തട്ടി, കാരണം അദ്ദേഹം ഏതൊരു വല്ലാത്തൊരു ഇതിലായിപ്പോയെന്നു പെട്ടെന്ന് ഇങ്ങനെ സംഭവിച്ചു കഴിഞ്ഞപ്പോൾ എൻ്റെ തോളിൽ തട്ടി. ഞാൻ എണീറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ ഒന്നുകൂടി തൊഴുതിട്ട് പറഞ്ഞു, എൻ്റെ അടുക്കളയിൽ വരണം എന്ന് പറഞ്ഞു. വരാം എന്ന് പറയും. അപ്പോൾ എന്തായാലും എൻ്റെ ഈ സെറിമോണിയൽ ഫംഗ്ഷൻ്റെ ഒന്ന്, അതായത് ഈ കലോത്സവം തീരുന്ന അന്നത്തെ മീറ്റിങ്ങിലേക്ക് അദ്ദേഹത്തിനെ ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പറഞ്ഞ് മീറ്റിങ്ങിന് ഞാൻ വരുന്നില്ല, പക്ഷേ നമ്പൂരിൻ്റെ അടുക്കളയിൽ പോകുമെന്ന് പറഞ്ഞു. അങ്ങനെ ഉച്ചയ്ക്ക് മുമ്പ് അവിടെ വരികയും ഭക്ഷണം കഴിക്കുകയും 2-ാം മൂഴത്തിൻ്റെ ഒരു ഡീലക്സ് പതിപ്പ് ഓട്ടോഗ്രാഫോട് കൂടി എനിക്ക് തരികയും ചെയ്തു. അവിടെ വെച്ച് എനിക്ക് സമ്മാനിക്കുകയും ചെയ്തിരുന്നു. അപ്പോൾ എന്താണ് അദ്ദേഹത്തിന് കൊടുക്കുക? അദ്ദേഹത്തിന് കൊടുക്കാവുന്ന ഒരു സാധനം ഈ ഭൂമിയിലില്ല എന്നാണ്. ഒരു സമ്മാനമായിട്ടൊക്കെ കൊടുക്കാവുന്ന ഒന്നുമില്ലല്ലോ. അപ്പോൾ ഞാൻ എൻ്റെ കൂടെയുള്ള ജീവനക്കാരോട് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞിരുന്നു, നമുക്കൊരു കാര്യം ചെയ്യാം, ഒരു ഫ്ലവർ വേഴ്സ്, അവരിൻ്റെ അകത്ത് ശരിക്കും ഈ കാർവിങ് അറിയാം, വെജിറ്റബിൾ കാർവിങ് അറിയാവുന്ന 2-3 പേരുണ്ടായിരുന്നു. അവരൊരു നല്ലൊരു ഫ്ലവർ വേഴ്സ് മത്തങ്ങയിൽ കൊത്തി ഉണ്ടാക്കിയിട്ട് അതിൻ്റെ അകത്ത് നിറയെ ഈ കോളിഫ്ലവറിൻ്റെ അല്ലെങ്കിൽ ഈ കാബേജിൻ്റെയൊക്കെ ഇലകൾ വെട്ടിയെടുത്ത് കൊത്തിയെടുത്ത് പൂക്കളുണ്ടാക്കി അതിലെല്ലാം ഓരോ പൂരി ഉണ്ടാക്കിയതിൻ്റെ അതിൻ്റെ തന്നെ ഫ്രാഗ്രൻസ് അതിലടിച്ചിട്ട് അവരതൊരു ഫ്ലവർ വേഴ്സിൻ്റെ അകത്ത്, ഫ്ലവർ വേഴ്സ് മൊത്തം കൊണ്ടുള്ളായിരുന്നു, അതിൻ്റെ അകത്താക്കിയിട്ട് അദ്ദേഹത്തിന് കൊടുക്കാനായിട്ട് എൻ്റെ തന്നു. ഞാനത് കൊടുത്തു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂട്ടത്തിൽ മകളുടെ മകനുണ്ടായിരുന്നു, കുട്ടൻ എന്ന് പറഞ്ഞ ആളാണ്. അപ്പോൾ അദ്ദേഹം ആകെ 3 വാക്കാറ്, കുട്ട സൂക്ഷിക്കണം പൊട്ടിപ്പോകും എന്ന് പറഞ്ഞ് ഇത് വാങ്ങിയിട്ടും കൊടുത്തു. പിന്നെ വളരെ ഗംഭീരത്തോടു കൂടി തന്നെ കയ്യും വീശി തല നിവർത്തിപ്പിടിച്ച് നടന്നു പോവുക ചെയ്ത്, വേറൊന്നും മിണ്ടിയില്ല. അപ്പോൾ എന്നോട് അവിടെ നിന്ന് ഒരുപാട് ചാനലുകാർ, ഒത്തിരി ആൾക്കാർ അവിടെ വന്നിട്ട് എന്തേ ഒന്നും മിണ്ടിയില്ലെന്ന് ചോദിച്ചു. ഞാൻ പറയും, മിണ്ടിയില്ലോ, ഇത് തന്നെ ധാരാളം, ആ വാക്കുകൾ അത്ര കിട്ടുകയുള്ളൂ, അതെനിക്കറിയാവുന്നതാണ്, വന്നു പോയതിലാണ് സന്തോഷം എന്ന് പറഞ്ഞ് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വിലപിടിച്ച മുഹൂർത്തങ്ങളിൽ ഒന്നായിരുന്നു അദ്ദേഹം വന്നു പോയ ആ ഒരു സമയം. എന്തായാലും അത് ഭംഗിയായിട്ട് കലാശിച്ചു. വല്ലാത്തൊരു സിറ്റുവേഷനാണ്. കാരണം അതിൻ്റെ അകത്ത് ശരിക്കും SPG കമാൻഡോസ് ഒരു 5 പേര് ഉണ്ട് കിച്ചണിൽ. ഏത് സമയം തോക്ക് പിടിച്ചാൽ നമ്മൾ വെടിവെക്കാനല്ല, തോക്ക് കൊണ്ട് അവർ കാവലാണ്. നമുക്ക് അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒന്നും മാറാൻ പറ്റില്ല. ആദ്യമായിട്ട് തോക്കിന് മുന്നിൽ പാചകം ചെയ്തൊരു സമയമായിരുന്നു അത്.